എനിക്ക് ഇപ്പോഴും ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്ന സാധനമല്ലേ. ലാലേട്ടനെ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടതേ ഉള്ളൂ. ഓക്കെ, അത് രണ്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആക്ച്വലി ബിഗ് ബോസിലേക്ക് ഇനി കോള് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആൻസർ ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അതെ, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ വളരെ ശക്തനായ മത്സരാർത്ഥി ഒന്നും അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കണ്ണും ഇത് എവിടെ ലാലേട്ട വരുന്നത് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരാളൊന്ന് പൊത്തി. എൻ്റെ മോനെ, എനിക്ക് ഇപ്പോഴും ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്ന സാധനമല്ലേ. ഞാൻ ഇപ്പോഴും പറയാം ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ പിൻ ചെയ്തിട്ടുള്ള അതാണ് അത്. അപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ച ആൾ അദ്ദേഹം എന്നോട് സംസാരിക്കും, എൻ്റെ പേര് വിളിക്കുന്നു, പിന്നെ വഴക്ക് ഓരോ ആഴ്ച വന്നിട്ട് പിന്നെ പേടിയാവാൻ തുടങ്ങില്ല. അല്ല വഴക്ക് പറയില്ല അങ്ങനെ. അപ്പം പിന്നെ ഞാൻ പറയില്ല, അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫ്രീക്വൻസി കൂടി ഒരാളാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് കൂടുതലായതുകൊണ്ട് പറയണമല്ല, പക്ഷേ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ഒരു ഫ്രീക്വൻസി ഉണ്ട് അത്. കാരണം അത് നമുക്ക് ഫീൽ ചെയ്യും.